Hi, welcome to Analysis by NRD. Today we will discuss about the topic IGNOU BA Psychology paper ആയിട്ടുള്ള Introduction to Psychology അതായത് BPCC101 First Unit Origin of Psychology Second Part വീഡിയോ ആണ്. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്കിന്ന് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി നോക്കാം. ഓക്കെ, ദ ഒറിജിൻ ഓഫ് സൈക്കോളജി ഡേറ്റ്സ് ബാക്ക് ടു 1870s. The term psychology is derived from two Greek words. Psyche means soul or breathe and logos means knowledge or study. അതായത് ഒറിജിൻ ഓഫ് സൈക്കോളജി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1870s തന്നെയാണ്. ഓക്കെ, ടേം സൈക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്, സൈക്കെ ആൻഡ് ലോഗോസ്. സോ സൈക്കെ എന്ന് പറയുമ്പോൾ സോൾ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ബ്രീത്ത് അതായത് വായു, ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞാൽ നോളജ് ആണ് അല്ലെങ്കിൽ സ്റ്റഡി ആണ്. ഓക്കെ, സോ സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സംതിങ് എന്നുള്ളതാണ് ഈ ഒരു ലോഗോസിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ദ വേർഡ് സൈക്കോളജി വാസ് നോട്ട് ഇൻ കോമൺ യൂസ് ബിഫോർ ദ 19th century. 19th centuryക്ക് മുന്നേ ആയിട്ട് ഈ ഒരു സൈക്കോളജി എന്നുള്ള ഒരു കോമൺ ടേം ആയിരുന്നില്ല. സോ ആൻഡ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ഡിഡ് നോട്ട് ആക്ച്വലി ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ് അണ്ടിൽ ദ മിഡിൽ ഓഫ് ദ 19th century. സോ ഒരു മിഡിൽ ഓഫ് ദ 19th century വരെയും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല സൈക്കോളജി. സോ സൈക്കോളജി എമർജ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ഇൻ 1879. 1879 സൈക്കോളജി എമേർജ് ചെയ്തത്, ഒരു ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് വന്നത് 1879. When the German professor Wilhelm Wundt established the first psychology laboratory at the University of Leipzig. സോ ജർമ്മൻ പ്രൊഫസർ ആയിട്ടുള്ള വില്യം വൂണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി. എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്പ്സിഗ്, ജർമ്മനിയിലാണ്. അക്കോർഡിംഗ് ടു ബോളിസ്, അതായത് 1993 വൂണ്ട് വാസ് എ മെഡിക്കൽ ഡോക്ടർ ബൈ ട്രെയിനിങ് ആൻഡ് ഏർലി ഇൻ ഹിസ് കരിയർ. ഹി വാസ് fortunate to work with some of the great physiologists of the 19th century. So according to ബോളിസിനെ അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 1993 വൂണ്ട് വാസ് എ മെഡിക്കൽ ഡോക്ടർ ബൈ ട്രെയിനിങ് ആൻഡ് ഏർലി ഇൻ ഹിസ് കരിയർ. സോ വൂണ്ട് എന്തായിരുന്നു? ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു, ട്രെയിനിങ്ങിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ട്രെയിനിങ്ങിലായിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് ഫിസിയോളജിസ്റ്റ് ആയിരുന്നു 19th century. സോ ദ ഇൻ്റലക്ച്വൽ റൂട്ട്സ് ഓഫ് സൈക്കോളജി ലൈ അറ്റ് ദ യൂണിയൻ ഓഫ് ഫിലോസഫി ആൻഡ് ഫിസിയോളജി. സോ ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും ഒരു യൂണിയൻ ആയിട്ടാണ് സൈക്കോളജി എന്ത് ചെയ്യുന്നത്? ഇൻ്റലക്ച്വൽ റൂട്ട് എന്ന് പറയുന്നത് അവിടെ നിന്നാണ്, അതിൻ്റെ ഒരു വേര് വരുന്നത് എവിടെ നിന്നാണ്? ഫിസിയോളജിയിൽ നിന്നും ഫിലോസഫിയിൽ നിന്നാണ്. ഓക്കെ, വൂണ്ട് ഈസ് ട്രഡീഷണലി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫൗണ്ടർ. വൂണ്ടാണ് ട്രഡീഷണലി, അതായത് പാരമ്പര്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ മോഡേൺ സൈക്കോളജി. മോഡേൺ സൈക്കോളജിയുടെ ഫാദറായിട്ട് നമ്മൾ വൂണ്ടിനെയാണ് പറയുന്നത്. So the year of 1879 is seen as the remarkable year when psychology finally emerged as a unique field. So 1879 റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ഇയർ ആണത്. സൈക്കോളജി ഫൈനലി എമേർജ് ചെയ്യാണ് ഒരു യുണീക്ക് ഫീൽഡ് ആയിട്ട്, അതായത് എല്ലാ സബ്ജക്റ്റിനെയും പോലെ തന്നെ ഒരു യുണീക്ക് ഫീൽഡ് ആയിട്ട് 1879 എന്ത് ചെയ്യുന്നത്? സൈക്കോളജി എമേർജ് ചെയ്യുന്നത്. Prior to Wundt, it was not possible to major in psychology because there were no official psychologists or psychology departments. സൈക്കോളജിയിൽ ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല ഒരു ഒഫീഷ്യൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. സോ വൂണ്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡിൻ്റെ സ്ട്രക്ചറും, അതായത് റെഫർ ചെയ്യുന്ന എന്താണ്? ഇമ്മീഡിയറ്റ്, അതായത് കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ചും അതുപോലെ കോണ്ടന്റുകളെ കുറിച്ചും പ്രോസകളെ കുറിച്ചും സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് സച്ച് ആസ് സെൻസേഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച്, ഫീലിങ്സിനെ കുറിച്ച്, തോട്ട്സ് അതായത് ചിന്തകളെ കുറിച്ച്, സെൻസേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, 5 സെൻസുകളല്ലേ ഉള്ളത്? നമ്മൾ ടേസ്റ്റ്, ടച്ച്, അതുപോലെ നമ്മൾ ഫീലിംഗ്, ഹിയറിങ്, സീ, ഇതെല്ലാം എന്താണ്? സെൻസേഷൻസ് ആണ്. സോ സെൻസേഷൻസിനെ കുറിച്ച്, തോട്ട്സിനെ കുറിച്ച്, എക്സ്പീരിയൻസുകളെ കുറിച്ച്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചെല്ലാം അദ്ദേഹം എന്ത് ചെയ്യാണ്? പഠനം നടത്തുകയാണ്. സോ ദിസ് ഫോർമലി സൈക്കോളജി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ഇൻ 1879. സോ 1879 ഫോർമലി സൈക്കോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. അതാണ് അതിൻ്റെ ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. സോ സൈക്കോളജി ആസ് എ സയൻസ്, സൈക്കോളജിനെ നമ്മളൊരു സയൻസ് ആയിട്ട് പറയുകയാണെങ്കിലോ, സൈക്കോളജി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ബട്ട് ഈസ് ഇറ്റ് എ സയൻസ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് സുവോളജി ഓർ സംതിങ് ഡിഫറെൻറ്റ്? ഇൻ ദിസ് സെക്ഷൻ വി വിൽ ലുക്ക് അറ്റ് സം ഓഫ് ദ ഡെഫിനിഷൻസ് ഓഫ് സയൻസ്. വി വിൽ ആൾസോ ഡിസ്കസ് ദ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സൈക്കോളജി ആസ് എ സയൻസ്. ലെറ്റ് us look at the following definitions of science. So psychology
നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ബിഹേവിയർ ഉണ്ട്. പക്ഷേ അതൊരു ഫിസിക്സ് പോലെയോ അല്ലെങ്കിൽ കെമിസ്ട്രി പോലെയോ ബയോളജി പോലെയോ സുവോളജി പോലെയോ ഒന്നുമല്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സൈക്കോളജിക്കകത്തുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ ഓഫ് സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ നാച്ചറും കാറ്റസിക്സും ഒരു സയൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൈക്കോളജി എത്രത്തോളം സയൻറ്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. അതെല്ലാം കൂടെ ഗ്യാതേർഡ് ത്രൂ കെയർഫുള്ളി ഒബ്സർവേഷൻസ് ആൻഡ് മെഷറിംഗ് ഇവൻറ്റ്സ്. നമ്മൾ മെഷറിംഗ് ഇവൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോളജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതും അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ് ഒരു സയൻറ്റിഫിക് നാച്ചർ എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. സോ സയൻസ് ഈസ് ആൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ മാത്രമാണ് നമുക്ക് സയൻസിൻ്റെ അപ്രോച്ച് കാണാൻ പറ്റുള്ളൂ. ദ സോൾ എയിം ഓഫ് സയൻസ് ഈസ് ടു ക്ലാസിഫൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂണിഫൈ ദ ഒബ്ജക്ട്സ് ആൻഡ് ഫെനോമിന ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ബൈ യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് ആക്യുറേറ്റ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ലോജിക് ആൻഡ് ഇൻറ്റ്യൂഷൻ. സയൻറ്റിസ്റ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ദാറ്റ് ഗവേൺ ഓൾ ലെവൽസ് ഓഫ് ദ നാച്ചുറൽ universe. Let us now look at the characteristics of science. So ഒരു എയിം ഓഫ് സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫൈ ചെയ്യാൻ, അതുപോലെ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതുപോലെ യൂണിഫൈ ചെയ്യാൻ, അതായത് ഓരോന്നിനെയും വ്യത്യസ്ത രീതിയിൽ പഠിക്കാൻ, ഒബ്ജക്ട്സുകളെ കുറിച്ചും അതിൻ്റെ ഫെനോമിനെ കുറിച്ച്, അതായത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ഫിസിക്സിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്സിൽ പഠിക്കുന്നത്. അതുപോലെ കെമിസ്ട്രിക്കകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? രസതന്ത്രപരമായിട്ടുള്ള, അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലി വരുന്ന സമയത്ത് അത് എക്സ്പെരിമെൻറ്റേഷന് വിധേയമാവുകയും നമുക്കതിനെ നിന്നും അനലൈസ് ചെയ്യാനും അതുപോലെ ഒബ്സർവ് ചെയ്യാനും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ? സോ അതൊക്കെയാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് ആക്യുറേറ്റ് ഒബ്സർവേഷൻസിന് വിധേയമാവണം, അതുപോലെ എക്സ്പെരിമെൻറ്റേഷന് വിധേയമാകണം. ലോജിക്ക് വേണം അതിനകത്ത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനകത്ത് ലോജിക്ക് വേണം. അത് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടണം. ഇതൊക്കെയാണ് സയൻസിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, സയൻറ്റിസ്റ്റുകളൊക്കെ നോക്കുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ദാറ്റ് ഗവേൺ ഓൾ ലെവൽ ഓഫ് ദ നാച്ചുറൽ യൂണിവേഴ്സ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സയൻസിൻ്റെ കാറ്റഗറീസ് എന്ന് നോക്കാം. സൈക്കോളജി നമ്മൾ പഠനം നടത്തുന്നത് ഒരു ബിഹേവിയറിനെ നമ്മൾ ഒരേ വേയിൽ തന്നെയാണോ നോക്കുന്നത്? അല്ല, ഒരുപാട് വേയിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ് നമ്മളൊരു ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്. സോ കോമൺലി വിത്ത് അതർ സയൻസസ്, സൈക്കോളജി ആസ് എ സയൻസ് ഹാസ് ദ ഫോളോയിങ് കാറ്റഗറീസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ മോർഗനെ അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് സൈക്കോളജിയുടെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. എംപിരിക്കൽ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. സോ ലൈക്ക് അതർ ഡിസിപ്ലിൻസ് ഓഫ് സയൻസസ്, ദ ഡിസിപ്ലിൻ ഓഫ് സൈക്കോളജി റെസ്റ്റ്സ് ഓൺ ദ എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവേഷൻ റാദർ ദാൻ ആൻ ആർഗ്യുമെന്റ്, ഒപ്പീനിയൻ ഓർ ബിലീഫ്. മറ്റുള്ള ഡിസിപ്ലിൻസ് ഓഫ് സയൻസുകളെ പോലെ തന്നെ സൈക്കോളജിയും എങ്ങനെ ചെയ്യുന്നത്? റെസ്റ്റ് ഓൺ എക്സ്പെരിമെൻറ്റും അതുപോലെ ഒബ്സർവേഷൻസും അതുപോലെ ആർഗ്യുമെൻറ്റോ ഒപ്പീനിയനോ ബിലീഫോ ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട്, അതായത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പുറത്തോ അല്ലാതെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിക്കൊണ്ടും ഒബ്സർവേഷണൽ സ്റ്റഡി നടത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൈക്കോളജി മുന്നോട്ട് പോകുന്നത്. അതാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ. അടുത്താണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി. Data from observations and experiments are essential to science in order to make some sense in helping us to understand events. So നമുക്ക് ഒബ്സർവേഷനും അതുപോലെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എസെൻഷ്യൽ ആണ്, അതായത് നിർബന്ധമാണ്. സയൻസിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദ സയൻറ്റിസ്റ്റ് ട്രൈ ടു ഫൈൻഡ് എ ലിമിറ്റ് നമ്പർ ഓഫ് പ്രിൻസിപ്പിൾസ് വിച്ച് വിൽ സമ്മറൈസ് ദ ഡാറ്റ എക്കണോമിക്കലി. സോ അതിൻ്റെ ഡാറ്റ എക്കണോമിക്കലി സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രിൻസിപ്പിൾസ് മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. Like other scientific theories, psychology also follows a systematic procedure of observation, data collection, analysis and interpretation. So psychology എന്താ ചെയ്യുന്നത്? മറ്റുള്ള സയൻസുകളെ പോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒബ്സർവേഷൻ ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്, പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതുപോലെ അനലൈസ് ചെയ്യുന്നതും ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി അടുത്താണ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളത്. Another distinguishing feature of many sciences is measurement, defined as assignment of number to objects or events according to certain rules. Physics is ranked highest, most scientific among the sciences as it has developed the most precise measurement. സോ മറ്റുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് പോലെ തന്നെ ഒരുപാട് സയൻസുകൾ മെഷർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചില റൂൾസിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ നമ്പേഴ്സും അതുപോലെ അസൈൻമെൻറ്റ്സും ഒബ്ജക്ട്സും എല്ലാം അക്കോർഡിംഗ് ചെയ്യുന്നത്. സോ ഫിസിക്സ് റാങ്ക് ചെയ്യുന്നത് ഹയസ്റ്റ്, അതായത് മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്. സയൻസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫിസിക്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്.
ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രിസൈസ് മെഷർമെൻറ്റ്സ് അതിനകത്ത് ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ. അടുത്താണ് ഡെഫിനിഷൻ ഓഫ് ടേംസ്. ഒരു കെയർഫുൾ ഡെഫിനിഷൻ ഓഫ് ടേംസ് എപ്പോഴും എസെൻഷ്യൽ ആണ്. സയൻസിൽ നമുക്ക് ക്ലിയർ തിങ്കിങ് കിട്ടാൻ വേണ്ടി നമുക്കൊരു കെയർഫുൾ ഡെഫിനിഷൻ എപ്പോഴും ആവശ്യമാണ്. സോ ദ പ്രൊസീജിയർ ഇൻ സൈക്കോളജി ഈസ് ടു ഡിഫൈൻ കൺസെപ്റ്റ് ബൈ റിലേറ്റിംഗ് ദം ടു ഒബ്സർവബിൾ ബിഹേവിയർ. ഓപ്പറേഷണൽ ഡെഫിനിഷൻ. സോ ഒബ്സർവബിൾ ബിഹേവിയറിലേക്ക് നമ്മളത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനൊരു പ്രൊസീജിയർ ഓഫ് സൈക്കോളജിയിൽ കൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ വെൻ വി ഡിഫൈൻ എ കൺസെപ്റ്റ് ഓപ്പറേഷണലി വി ഡിഫൈൻ ഇറ്റ് ഇൻ ടേംസ് ഓഫ് മെഷറബിൾ ആൻഡ് ഒബ്സർവബിൾ ഓപ്പറേഷൻ. മെഷർ ചെയ്യാൻ പറ്റുന്നതും ഒബ്സർവബിൾ ഓപ്പറേഷൻസും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് ഡിഫൈൻ ചെയ്യാറുള്ളൂ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ദ കൺസെപ്റ്റ് ഓഫ് ലെങ്ത്, height in physics, and concepts like intelligence, motivation, personality in psychology are defined in terms of observable operation. അതായത് ഒബ്സർവബിൾ ഓപ്പറേഷനിലൂടെ മാത്രമാണ് നമുക്കൊരു മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫിസിക്സിൽ ഹൈറ്റ്, ലെങ്ത്ത് ഇതെല്ലാം പെട്ടെന്ന് തന്നെ അളന്നെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻ്റലിജൻസ്, അതുപോലെ മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ഇതെല്ലാം നമ്മൾ സൈക്കോളജിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഒബ്സർവബിൾ ഓപ്പറേഷനിലൂടെയാണ്, which can be performed to measure them. അല്ലേ? So however psychology cannot measure many behaviors such as bravery, friendship, love, beauty, etc. അതായത് ഒരിക്കലും സൈക്കോളജിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ചില ബിഹേവിയേഴ്സിനെ. അതായത് ബ്രേവറി, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ബ്യൂട്ടി ഇതെല്ലാം നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? സോ ആസ് ദീസ് കനോട്ട് ബി ഡിഫൈൻഡ് ഓപ്പറേഷണലി, നമുക്കതൊന്നും ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദ അബോവ് കാറ്റഗറീസ് ആർ കോമൺ ടു ഓൾ സയൻസസ് ഇൻക്ലൂഡിംഗ് സൈക്കോളജി. സോ ഹവർ സൈക്കോളജി ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സയൻസ്. ബിഹേവിയറൽ സയൻസ് ആണ് സൈക്കോളജി. സോ ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി റിസർച്ചേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് പ്രോസസ്സസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് റിമൈൻ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ടു എ large extent. സോ അവർക്കെല്ലാം ഫിസിക്സിലോ കെമിസ്ട്രിയിലോ റിസർച്ചേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളും ഇവൻറ്റുകളും അത് റിമെയിൻ സ്റ്റേബിൾ ആണ്, അതൊരിക്കലും മാറുന്നില്ല. ഇപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ H2O എന്ന് പറയുന്നത് വെള്ളമാണ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതൊരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഫിസിക്സിൽ പറയുന്ന പോലെ ലോ ഓഫ് മോഷൻ, അതുപോലെ തന്നെ ഒരു ഗ്രാവിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ ആണ്. സോ ഇതെല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ബിഹേവിയർ ഒരിക്കലും സ്റ്റേബിൾ ആയ ഒരു കാര്യമല്ല. സോ ദിസ് മേക്ക് ഇറ്റ് പോസിബിൾ ടു മെഷർ ആൻഡ് പ്രെഡിക്റ്റ് വിത്ത് എ റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡിഗ്രി ഓഫ് ആക്യുറസി എന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിൻ്റെ കേസിൽ ഇത് അത്രയും എഫക്റ്റീവ് അല്ല, വിച്ച് ഈസ് ഹൈലി കോംപ്ലക്സ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. നോട്ട് ഈസിലി കൺട്രോളബിൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ആൻഡ് അപ്പിയേഴ്സ് ടു ബി മച്ച് മോർ അൺപ്രഡിക്റ്റബിൾ ദാൻ ദ റിയാക്ഷൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസസ്. നമ്മളൊരു ഫിസിക്സിലോ കെമിസ്ട്രിയിലോ പോയിട്ടുള്ള സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, അതിൻ്റെ കറണ്ടിൻ്റെ എഫിഷ്യൻസി, എത്രത്തോളം വോൾട്ടേജ്, കറണ്ട് ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഒരു വ്യക്തിയുടെ ബിഹേവിയർ നമുക്ക് ആ രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര കോംപ്ലക്സ് നിറഞ്ഞതാണ്, അതുപോലെ തന്നെ കൺട്രോളബിൾ അല്ല. whereas other sciences investigate things around man. Psychology studies man himself. The methods used in psychological research include observation, interviews, psychological testing, laboratory experimentation and statistical analysis. മറ്റുള്ള സയൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണെങ്കിൽ സൈക്കോളജി ആ ഒരു വ്യക്തിയെയാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ഇൻക്ലൂഡ് ഒബ്സർവേഷൻസിലൂടെയും അതുപോലെ ഇൻ്റർവ്യൂസിലൂടെയും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലൂടെയും ലബോറട്ടറി എക്സ്പെരിമെൻറ്റേഷനിലൂടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സൈക്കോളജിക്കൽ റിസർച്ച് നടത്തുന്നത്. സോ സൈക്കോളജി ഈസ് കാറ്റഗറൈസ്ഡ് അണ്ടർ ദ യങ്ങസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. The social behavioral sciences, which also include subjects like anthropology, economics, education, geography, history, linguistics, sociology. ഇതെല്ലാം എന്താണ്? സോഷ്യൽ ബിഹേവിയറൽ സയൻസുകളാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ദ സയൻസ് ആർ ദ ഫിസിക്കൽ സയൻസസ്. ആദ്യത്തെ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ് ആണ്, വിച്ച് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി എക്സെട്ര. നെക്സ്റ്റ് ഇസ് ദ ബയോളജിക്കൽ ലൈഫ് സയൻസുകളാണ്. ദാറ്റ് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക് ബയോളജി, ബോട്ടണി, സുവോളജി. സോ ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു പ്രാക്ടിക്കൽ പ്രോബ്ലം ഈസ് ആൻ ആർട്ട്. ഇറ്റ് ഈസ് ദ സ്കിൽ ഓർ knack for doing things which is acquired by study, practice and special experiences. Since principles and laws of psychology are applied to solve human problems, so നമുക്ക് principles of laws of psychology എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹ്യൂമൻ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇൻ എ നമ്പർ ഓഫ് സിറ്റുവേഷൻ, ഫാമിലീസിൽ, സ്കൂൾസിൽ, ഓർഗനൈസേഷൻസിൽ, എൻവയോൺമെൻറ്റിൽ സൈക്കോളജിക്കൽ തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് ട്രീറ്റിംഗ് ബിഹേവിയേഴ്സ്, ഡിസോർഡേഴ്സ് ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ്. ഇമോഷണൽ പ്രോബ്ലംസിനെയും അതുപോലെ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
സോ ഇറ്റ് ഈസ് ആൾസോ ആൻ ആർട്ട്. ഇതും ഒരു ആർട്ടാണെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. സോ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം സൈക്കോളജി ആസ് എ സയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതൊന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടിട്ട് മനസ്സിലാക്കുക. സോ അടുത്തൊരു ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.